ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اهدنا الصراط المستقيم റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെ ദിശ ലഭ്യമാവുക എന്നത് ബുദ്ധിയും ചിന്തയുമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് രക്ഷയിൽ എത്തിച്ചേരുക, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നതിന് കൃത്യവും വ്യക്തവുമായ മാർഗദർശനം ലഭ്യമാവുക എന്നത് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സഫൊന്ന് ശരിയാക്കുക, ഇടക്ക് വിടവ് കാണുന്നുണ്ട്. കുറെ ആളുകൾ ആവശ്യമില്ലാതെ മുകളിൽ കയറണ്ടല്ലോ. ഇവിടെ ഇരിക്കാൻ പലരും ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ നമസ്കാരത്തിന് സഫ് നിൽക്കുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലം കാണും. ഇവിടെ മുന്നോട്ട് കയറിയിരുന്നാൽ മാത്രമല്ല സഫുകളുടെ പൂർണ്ണത ജുമയുടെ പൂർണ്ണത ഇബാദത്തിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് ഏത് പള്ളിയിൽ നമ്മൾ ഏത് വെള്ളിയാഴ്ച എത്തിപ്പെട്ടാലും ആരും നിർദ്ദേശിക്കാതെ തന്നെ നമ്മൾ സഫുകളുടെ കാര്യം അത് പൂർണ്ണമാക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. അതിനെ നമ്മളൊരു അഹംഭാവം കാണിക്കരുത്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, മുന്നോട്ടിരിക്കൂല. ആരോടാ ഇത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു ഇബാദത്തിലാണല്ലോ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ താല്പര്യത്തോടു കൂടിയാകുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്നിൽ നിന്നുള്ള സന്മാർഗം, നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ആ നേർമാർഗത്തെ, സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. ആ സന്മാർഗം സഹോദരി സഹോദരങ്ങളെ ഒരു നിഅമത്താണ്. നമ്മൾ ദുആ ചെയ്ത് വാങ്ങേണ്ട കാര്യമാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുടെ അല്ലെങ്കിൽ നന്ദികേടിന്റെ മാർഗം നാം മനുഷ്യന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. സ്വർഗമാർഗം തെരഞ്ഞെടുക്കാനും നരകമാർഗം തെരഞ്ഞെടുക്കാനും. സ്വർഗമാർഗം തെരഞ്ഞെടുക്കുന്ന വ്യക്തി ആ സന്മാർഗം ഇറക്കിയ റബ്ബിനോട് നിർബന്ധമായും നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തേണമേ. ഈ ഹിദായത്ത് നമുക്ക് ലഭിക്കുവാനുള്ള ദുആ, ഹിദായത്തിന്റെ സന്ദേശവുമായി വന്ന
മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ഫാത്തിഹയിലും പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്ക് നേർമാർഗം കാണിച്ചു തരണേ എന്ന്. അപ്പൊ പ്രവാചകന്മാർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആ നേർമാർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു. ആ നേർമാർഗം ഏതാണ്? ഈ ഇതിനെ തൊട്ടു ശേഷം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? സൂറത്തുൻ നിസാഇൽ 4-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗം, അവർ കാണിച്ചു തന്ന മാർഗം. അപ്പൊ അതുകൊണ്ട് നേർമാർഗത്തിലാക്കണമേ എന്ന് പറയുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് ആ നേർമാർഗം കാണിച്ചു തന്ന പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ നമ്മളും പ്രവേശിക്കണം എന്നാണ്. ഈ ഹിദായത്ത് ഒന്നു മാത്രമേ ഉള്ളൂ, നേരായ ചൊവ്വായ പാത ഒറ്റ ഒന്നു മാത്രം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊള്ളിയെടുത്ത് മണലിൽ നേരെ ഒരു വര വരച്ചു. എന്നിട്ട് അതിന് സൈഡിൽ വേറെ കുറെ വരകൾ വരച്ചു. എന്നിട്ട് ഇന്നഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് നേരായ മാർഗം എന്ന്. വലാ തത്തബിയു സുബുൽ, നിങ്ങൾ മാർഗങ്ങളെ പിന്തുടരുത്, വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോകരുത്, നേരായ മാർഗത്തിലാകണം. ഈ നേരായ മാർഗം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്ന അടിസ്ഥാന രേഖയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും. വിശുദ്ധ ഖുർആനിലൂടെ ആ നേരായ മാർഗം കിട്ടും. ആ വിശുദ്ധ ഖുർആൻ മാത്രം നോക്കിയാൽ നമുക്ക് വിശദാംശങ്ങൾ കിട്ടില്ല. ആ വിശദാംശങ്ങൾ ഖുർആൻ തന്നെ പഠിപ്പിച്ച ഹദീസ്, ഖുർആൻ തന്നെ പിൻപറ്റാൻ പറഞ്ഞ വഹയായ ഹദീസിലൂടെ നമുക്ക് ലഭ്യമാകും. ഈ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഇവിടെ നമുക്കൊരു കാര്യം നമ്മോട് ചോദിക്കാനുണ്ട്. നമുക്കെല്ലാവർക്കും എത്ര വയസ്സായി? നമുക്ക് ഓരോരുത്തരുടെയും വയസ്സ് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന കാര്യം ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചോ? വിശുദ്ധ ഖുർആനിന്റെ ഒരു മലയാള പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ വെച്ചുകൊണ്ട് റബ്ബ് എന്നോട് പറയുന്ന കാര്യം എന്താണ് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ, പഠിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സഹോദരീ സഹോദരങ്ങളെ, നമുക്കൊരു തീരുമാനമെടുക്കണം. നമുക്ക് വേണ്ടി SSLC പരീക്ഷയ്ക്ക്, +1 പരീക്ഷയ്ക്ക്, അതല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടി ഒരു പ്രാവശ്യം പോലും ഞാൻ എന്റെ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി കേൾക്കാൻ നമ്മൾ പറയും പാസ്സാകാൻ സാധ്യത കുറവാ. ഒരു പ്രാവശ്യം മറ്റുള്ളവർ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ചപ്പോ ഒരു പ്രാവശ്യം പോലും വായിച്ചില്ല പോലും. പക്ഷേ SSLCക്ക് മാർക്ക് കുറഞ്ഞാൽ, തോറ്റാൽ, +1നും +2വിനും നീറ്റുവിനും എന്തെങ്കിലും വിചാരിച്ചത്ര എത്തിയില്ലെങ്കിൽ വീണ്ടും ചാൻസ് ഉണ്ട്. എന്നാൽ വലൻ യുഅഖിറല്ലാഹു അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാത്മാവിനെയും അല്ലാഹു പിന്തിക്കില്ല. ഈ ജീവിതത്തിൽ ഒരൊറ്റ ചാൻസ്. ആ ഒരു ചാൻസിൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം അവന്റെ ഹുദയായി, അവന്റെ റഹ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചു തന്നു. ആ വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം പോലും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, ഒരു ദിവസം ഒരൊറ്റ ആയത്ത് നമ്മൾ അർത്ഥസഹിതം പഠിച്ചാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മൾ പഠിച്ചു തീരും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. നമ്മുടെ മക്കളോട് പറയണം, കുടുംബത്തോട് പറയണം, ഖുർആനിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് എന്ന് നമുക്കറിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നമ്മളൊക്കെ കേട്ട് ബുഖാരി, മുസ്ലിം, നസായി, ഇങ്ങനെ ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച്, ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കാൻ മാത്രമുള്ളതാണോ? എത്ര ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ ഒരു പരിഭാഷ വായിച്ചാൽ, ഒരു ദിവസം ഒരു ഹദീസ് പഠിച്ചാൽ ഒരു മാസം കൊണ്ട് 30 ഹദീസ് പഠിച്ചുകൂടെ? അപ്പോൾ നമ്മൾ പഠിക്കാൻ അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന. അല്ലാഹുവേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്.
പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം ഖുർആൻ അനുസരിച്ച് ജീവിപ്പിക്കണേ, ഹദീസ് അനുസരിച്ച് ജീവിപ്പിക്കണേ. അപ്പൊ ഒന്നനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിലെന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കുറുവയുടെ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിയില്ല എങ്ങനെയാണ് താഴെ ചൊവ്വ പോകേണ്ടത് എന്ന്. അയാളുടെ കയ്യിലേക്ക് ഒരു രേഖ കൊടുത്തു, നിങ്ങൾ ഇത് നോക്കി പോയാൽ മതി. നിങ്ങൾ ഈ ലൊക്കേഷൻ, അയാൾ ലൊക്കേഷൻ നോക്കുന്നേയില്ല, എവിടെയാണ് താഴെ ചൊവ്വ, എങ്ങോട്ടാണ് അവിടെ വഴി ചോദിച്ചു, ഇവിടെ വഴി ചോദിച്ചു. എന്തിനു ബുദ്ധിമുട്ടാകണം? കയ്യിലില്ലേ, വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ട്, തിരു ഹദീസ് ഒന്ന് നോക്കൂ. ടോർച്ച് കയ്യിൽ വെച്ചിട്ട് ലൈറ്റ് അടിക്കാതെ പ്രയാസം. ടോർച്ച് കീശയിലിട്ടു, ലൈറ്റ് അടിക്കുന്നില്ല, ഇരുട്ട് തപ്പുക. ഇരുട്ട് തപ്പേണ്ട കാര്യം? ഇതേപോലെ വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ട്, തിരു ഹദീസ് കയ്യിലുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇതിൽ നിന്നും നമുക്ക് മോചനം വേണം. അതിന് പഠിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി, മറ്റൊരു റിപ്പോർട്ടിൽ നീ എന്നെ ജീവിപ്പിക്കണേ, അലൽ കിതാബി, കിതാബിന്മേൽ, വസ്സുന്ന, സുന്നത്തിന്മേൽ, ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണേ. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹുമ്മ അഹ്യിന, നീ ഞങ്ങളെ ജീവിപ്പിക്കണേ. വളരെ ചെറിയൊരു പ്രാർത്ഥന. ഇപ്പോൾ ഈ ഇരുത്തത്തിൽ ഇവിടുന്ന് കാണാതെ പഠിക്കാവുന്ന ഭാഗമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിന അലൽ കിതാബി വസ്സുന്ന, നീ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണേ. രണ്ടാമത്തെ ഭാഗം ഒരു കാര്യം കൂടി, അമിത്ന, ഞങ്ങളെ മരിപ്പിക്കണം. മഅൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടി തൗബയോടുകൂടി. അപ്പോൾ മരണസന്ദർഭത്തിൽ നമുക്ക് ഈമാൻ വേണം, പാപികളായിട്ടല്ല സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടത്, മറിച്ച് പാപമുക്തമായിട്ട് വിട പറയണം. അതുകൊണ്ട് ഈ വളരെ ചെറിയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം, അത് പ്രാവർത്തികമാക്കണം. അല്ലാഹുമ്മ അഹ്യിന അലൽ കിതാബി വസ്സുന്ന വഅമിത്ന മഅൽ ഈമാനി വത്തൗബ. ഈ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് എല്ലാവരും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർ ചോദിക്കും, ഈ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് എല്ലാവരും പറയുന്നത്, പിന്നെ എങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടായി? ചില പള്ളികളിൽ മലയാളത്തിൽ കുത്തു പറയുന്നു, വേറെ ചില സ്ഥലങ്ങളിൽ ഇതേ സ്ഥലത്ത് അറബിയിൽ കുത്തു പറയുന്നു. ചില സ്ഥലങ്ങളിൽ ജാറങ്ങളിൽ പോയി കബറിന്റെ അടുത്ത് പോയി കബറാളിയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറയുന്നു കബറിന്റെ അടുത്ത് പോയി കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് വേണ്ടത്. ചിലർ പറയുന്നു പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കലാണ്, അതുകൊണ്ട് ആഘോഷിക്കണം. ചിലർ പറയുന്നു പ്രവാചകനെ സ്നേഹിക്കൽ അങ്ങനെയല്ല, മറിച്ച് ഇങ്ങനെ. എന്താ ഈ വ്യത്യാസം? നിങ്ങൾ എല്ലാവരും ഒരേ ഖുർആനല്ലേ പറയുന്നത്? നിങ്ങൾ എല്ലാവരും ഒരേ ഹദീസ് അല്ലേ പറയുന്നത്? ഒരേ ഖുർആനിലും ഒരേ ഹദീസിലും ഈ വ്യത്യസ്ത വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 137-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഈ വേദക്കാരായ ആളുകൾ അവരിതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞപ്പോ ഖുർആൻ അവർക്ക് പറയാണ്, സ്വഹാബികളോട് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ. അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അവതീർണമായത് റസൂലുള്ളാഹിക്കാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, റസൂലുള്ളയോടൊപ്പം സഹവസിച്ചവർ ആ ആയത്തുകളെയും ഹദീസുകളെയും എങ്ങനെ മനസ്സിലാക്കി? അതാണ് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഹിദായത്ത് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഖുർആനും ഹദീസും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആന്റെ അടുത്ത് ഒരു ഡിക്ഷണറി എടുത്തിട്ട് ആയത്തിന്റെ അർത്ഥം നോക്കി നമ്മുടെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു ആശയം തോന്നി. അങ്ങനെയല്ല, ആ ആശയങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രവാചക ചര്യയുടെയും ആ അക്ഷരങ്ങൾ മാത്രമല്ല 1400 കൊല്ലം പൂർത്തിയായത്, അതിന്റെ ആശയവും പൂർത്തി. അള്ളാന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിക്കാത്ത ഒരാശയവും ഇനി ഖിയാമത്ത് നാൾ വരെ ആരും പറയണ്ട. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം, അഫലാ യഖിലൂൻ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുകയും വേണം. എന്തിനെ കുറിച്ചാണ് ഉറ്റാലോചിക്കാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ചല്ല. എന്താ നിസ്കാരം 5, ഞാൻ ചിന്തിച്ചപ്പോ 3. ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് ചിന്തിക്കാനല്ല. പിന്നെ എന്തിനെ കുറിച്ചാ ചിന്തിക്കാൻ പറഞ്ഞത്? ചിന്തിക്കാൻ പറഞ്ഞ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത്. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെ ഉയർത്തപ്പെട്ടു. വഫി അൻഫുസികും, സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ ആയത്തും ഹദീസും നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാനല്ല. അപ്പോൾ എങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ വന്നു?
വിശുദ്ധ ഖുർആനും പ്രവാചകരെയും പ്രവാചകനും സ്വഹാബത്തും പഠിപ്പിച്ചതിന് വ്യത്യസ്തമായി ആളുകൾ പുതിയ ആശയങ്ങൾ ഖുർആന് കൊടുത്തു, പുതിയ ആശയങ്ങൾ ഹദീസിന് കൊടുത്തു. അപ്പോൾ പുതിയ ആശയങ്ങൾ ഉണ്ടായി. ചില നാടുകളിൽ ഇപ്പോൾ ആളുകൾ പറയുന്നു, വിവാഹവേദിയിൽ കുട്ടിന്റെ ഉമ്മ ഇരിക്കണ്ടേ? ഇത്രയും കാലം കുട്ടിനെ വളർത്തിയ കുട്ടിന്റെ ഉമ്മല്ലേ, അതുകൊണ്ട് കുട്ടിയുടെ ഉമ്മ വിവാഹവേദിയിൽ ഇരിക്കണം, കുട്ടി വിവാഹവേദിയിൽ ഇരിക്കണം. എവിടുന്ന് കിട്ടി? ഓരോരുത്തർ സ്വന്തം ചിന്തിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് നടത്തിയിട്ടില്ലേ? ഉണ്ട്. അവിടെ ആ നിക്കാഹ് ഏതൊരു സഹോദരിയുടെ നിക്കാഹാണോ ആ സഹോദരി അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം റസൂലുള്ളാഹിയുടെ മകളല്ലേ, അവിടെ ഒരു നിക്കാഹ് നടന്നിട്ടില്ലേ? ഇല്ല. അപ്പൊ നമ്മൾ കാലത്തിനനുസരിച്ച് മനുഷ്യന്മാർ ചിന്തിച്ച് നിക്കാഹിന്റെ പുതിയ രൂപം ഉണ്ടാക്കുക. അപ്പൊ എന്താ അവിടെ തകരാറ് പറ്റിയത്? അവരവർക്ക് തോന്നുന്ന, ബുദ്ധിയിൽ തോന്നുന്ന ആശയം ഇസ്ലാമിന്റെ പേരിൽ പറയാൻ തുടങ്ങി. അത് ശരിയല്ല. കാരണം ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടിക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നതാണ് ഇസ്ലാമിലെ നിക്കാഹ്. നിക്കാഹ് മാത്രം ഉദാഹരണം പറഞ്ഞു, വലിയ സ്ഥാനം കൊടുക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം ഒരു പിതാവിന് നിശ്ചയിക്കാൻ പറ്റൂല. ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഒരു പെൺകുട്ടിന്റെ വിവാഹം നിശ്ചയിക്കാൻ പറ്റൂല ഇസ്ലാമിൽ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ വന്നു, അള്ളാന്റെ റസൂലെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, എനിക്ക് അയാളെ തൃപ്തിയായിട്ടില്ല. എന്താ റസൂൽ പറഞ്ഞത്? ക്യാൻസൽ, ആ വിവാഹം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം ഉപ്പയെ അനുസരിക്കാൻ തർക്കല്ല. പക്ഷെ ഉപ്പക്കൊരു നിയമ നിർദ്ദേശം അവിടെ ഉണ്ട്. നിങ്ങളുടെ മകൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളല്ല. കാരണം ജീവിക്കുന്നത് നിങ്ങളല്ല, അവർ രണ്ടുപേരുമാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം കാണണം, ആവശ്യമെങ്കിൽ സംസാരിക്കണം. എന്നിട്ട് അവർക്ക് തൃപ്തിപ്പെട്ടാലേ വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ. അത്ര വലിയ സ്ഥാനമാണ്. ഇനിയോ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എന്താണ്? ആരാണോ ആ പെൺകുട്ടിയുടെ മുഴുവൻ ജീവിത സംരക്ഷണവും ഏറ്റെടുത്ത വലിയ അല്ലെങ്കിൽ പിതാവ്, അത് ആ വ്യക്തി കുറച്ച് ആളുകളെ സാക്ഷി നിർത്തി ഈ സംരക്ഷണങ്ങളെ ഏൽപ്പിച്ചിരിക്കും. ഇനി മുതൽ നിങ്ങൾ നോക്കണം അവളെ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് ഇസ്ലാമിലെ വിവാഹം. അവിടെ സ്ത്രീ ആവശ്യമില്ല, അവിടെ സ്ത്രീ ആവശ്യമില്ല. എന്തേ ഈ സദസ്സിലും ഈ മിമ്പറിന്റെ മുകളിൽ എന്തേ ഇസ്ലാമിൽ സ്ത്രീ ഇല്ലാത്തത്? ഇസ്ലാം അങ്ങനെയാണ്. അതൊന്നും പറ്റില്ല. മിമ്പറിന്റെ മുകളിൽ സ്ത്രീ കയറണം, ബാങ്ക് സ്ത്രീ കൊടുക്കണം. ആയിക്കോട്ടെ, ഇനി ഇസ്ലാം അത് പുറത്ത് വേറെ മതം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഈ മതത്തിന്റെ ഉള്ളിലേക്ക് അത് കൊണ്ടുവരണ്ട, ഇസ്ലാമിന്റെ ഫ്രെയിമിൽ അത് കൊണ്ടുവരണ്ട. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ ആളുകൾ തുടങ്ങിയത് അങ്ങനെയാ. അവര് തുടങ്ങി എവിടെ വരെ എത്തി? ബലിപെരുന്നാൾ വരുമ്പോൾ ഇനി മുതൽ നമ്മൾ മൃഗങ്ങളെ അറുക്കേണ്ടതില്ല, പകരം 7 പേര് കൂടി ഒരു ഫർണിച്ചർ വാങ്ങി പാവപ്പെട്ടവന് കൊടുത്താൽ മതി. ഭയങ്കര ചിന്ത. ഇസ്ലാം ഇതും പറയുന്നത് ഹുതുബയിലാണ്, ആയത്ത് ഹദീസ് ഉദ്ധരിച്ചിട്ടാണ്. ശരി, നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഉദ്ധരിച്ച ഉദ്ഹിയത്ത് അറുക്കണം എന്ന ആയത്ത് ആദ്യം ഓതിയതാരാ? അതാദ്യം കേട്ടതാരാ? ആദ്യം റസൂലുള്ളാഹ്, കേട്ടത് സ്വഹാബത്ത്. റസൂലുള്ളാഹ് പിന്നെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ 100ഓളം മൃഗങ്ങളെ ബലിയറുത്തു. തീർന്നു. ആ ആയത്ത് ഓതിയ റസൂലുള്ളാഹ് ബലിമൃഗത്തെ അറുത്ത് മാതൃക കാണിച്ചു. ബസ് കഴിഞ്ഞു. അറുക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം, മൃഗങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. ആ നിയമങ്ങൾക്ക് വേറെയും പഠിപ്പിച്ചു. അങ്ങനെ പുതിയ ആശയങ്ങൾ. അപ്പൊ അതുകൊണ്ട് പുതിയ ആശയങ്ങൾ എങ്ങനെ വരുന്നു? ഖുർആനും ഹദീസും അതിന്റെ പ്രൈമറി ഓഡിയൻസ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസ്, അതാണ് സ്വഹാബത്ത്. അവർ ആ ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതിൽ തകരാറ് വന്നാൽ തിരുത്താൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഉണ്ട് എന്ന് മാത്രമല്ല, സ്വഹാബാക്കളെ തള്ളിയാൽ നരകത്തിലെത്തും. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. അടുത്ത വാചകം, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളാഹിയോട് എതിര് പ്രവർത്തിക്കുകയും, അടുത്ത വാചകം, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ. സഹോദരങ്ങളെ, ആരാണ് ഈ സത്യവിശ്വാസികൾ? ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചു കളയും. ഏതെങ്കിലും ആശയത്തിൽ ചെന്നപ്പെടും.
വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് കരിച്ചു കളയും. അതെത്ര മോശപ്പെട്ട സംഗതി. അപ്പൊ ആരാണ് സത്യവിശ്വാസികൾ? ഖുർആൻ ഇറങ്ങിപ്പോയുള്ള സത്യവിശ്വാസികൾ സ്വഹാബികളാണ്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദുവൻ, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. സ്വഹാബികളും മനുഷ്യന്മാരല്ലേ, നമ്മളും മനുഷ്യന്മാരല്ലേ? സ്വഹാബികൾ ചിന്തിച്ചു, നമ്മളും ചിന്തിച്ചു, നമ്മളൊക്കെ മനുഷ്യന്മാരാ. പക്ഷേ അവരെ പറ്റി അള്ള പറഞ്ഞു, നാം അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വഹാബാക്കൾ ദീനിനെ എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബാക്കൾ ദീനിനെ എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ശിഖാഖ് ഉണ്ടാകും, കക്ഷിത്തങ്ങൾ ഉണ്ടാകും. കക്ഷിത്തങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം അതാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയൊക്കെ ഉദ്ധരിച്ചിട്ട് നബിദിനം ആഘോഷിക്കാന്ന് ആൾക്കാർ ഇങ്ങനെ പറയാം. അവർ ആ പറയുന്ന ആയത്ത് ആദ്യം ഓതിയതാരാ? റസൂലുള്ളാഹ്. ആദ്യം കേട്ടതാരാ? സ്വഹാബത്ത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായതിനു ശേഷം 13 കൊല്ലം മദീന കേന്ദ്രീകരിച്ച് ഒരൊറ്റ റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു അമല് റസൂലുള്ളാഹി പഠിപ്പിച്ചാൽ അത് കിതാബിൽ ഉണ്ടാവില്ല, സ്വഹാബാക്കൾ ഉണ്ടായില്ല. അവരാരെങ്കിലും എവിടെയും ഒരു സ്ഥലത്തും ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത, അവർ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരായത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുക. ഖുർആനിൽ അങ്ങനല്ലേ, സ്വലാത്ത് ചൊല്ലുന്നത് നല്ലതല്ലേ, മദ്ഹ് ചൊല്ലുന്നത് നല്ലതല്ലേ? ഈ നല്ലതൊക്കെ അറിയുന്ന ആളല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി പഠിപ്പിച്ചോ? ഇങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ അനാചാരങ്ങളും കടന്നു വരാനുള്ള കാരണം ബുദ്ധി വെച്ച് ഇസ്ലാമിന് വ്യാഖ്യാനം കൊടുക്കുക അല്ല. മുഴുവൻ ബുദ്ധിയും മനുഷ്യർക്ക് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ചതാണ് ദീൻ. ആ ദീൻ എങ്ങനെ പഠിക്കണമെന്നാണോ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിക്കുന്നത്, അതുപോലെ പഠിച്ചില്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളിലേക്ക് തിരിഞ്ഞു പോകും. അതുകൊണ്ട് ആ മാർഗം അതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് പറയുമ്പോൾ ആ പാത വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പ്രവാചകനും സ്വഹാബത്തും പഠിപ്പിച്ചതുപോലെ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധത്തിൽ അമ്പുകൾ വരികയാണ്. അമ്പുകൾ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഉഹുദ് യുദ്ധത്തിൽ വരുമ്പോ സ്വഹാബാക്കൾ റസൂലുള്ളാഹിയുടെ ചുറ്റും മനുഷ്യ മതിലായി നിന്നു. അവരുടെ ശരീരത്തിലേക്ക് അമ്പ് തറച്ചു. രക്തം ഒലിക്കുമ്പോ, വേദനയാകുമ്പോ അവർ ശ്രദ്ധിച്ചത് അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പറ്റിയോ, റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയോ? അവരുടെ ശരീരത്തിൽ അമ്പ് തറച്ചിട്ട് അവർക്ക് വേദനിക്കുന്നുണ്ട്. പക്ഷെ ആ വേദനയേക്കാൾ ഞങ്ങളുടെ ഹബീബിന് വല്ലതും പറ്റിയോ? ആ സ്വഹാബാക്കൾ ചൊല്ലാത്ത, ആ സ്വഹാബാക്കൾ ആഘോഷിക്കാത്തത് നമ്മൾ ആഘോഷിക്കുകയോ? നമ്മൾ ആരാ? അതുകൊണ്ട് സഹോദരങ്ങളെ, പലർക്കും ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനം അറിയാത്തതാണ് പ്രശ്നം. ആ അടിസ്ഥാനം അറിയാത്തവർക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. വെറുതെ എതിർത്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇമാമിയങ്ങൾ നമ്മുടെ നാട്ടിൽ ഷാഫി ഇമാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു വാചക നബിദിനം ആഘോഷിക്കാൻ അവിടുന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും പോയിക്കൂടാ. ദീനിന്റെ വ്യാഖ്യാനം നമ്മളല്ല തീരുമാനിക്കേണ്ടത്. മഹാന്മാരായ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ ജീവിച്ച് ഹിദായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരങ്ങളെ, ആരാധിക്കുക, പൂജിക്കുക, വഴിപാട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒന്ന് റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് ചിന്തിക്കൂ. ഞാൻ റസൂലുള്ളാഹിയെ ആരാധിക്കുന്നു, ഞാൻ റസൂലുള്ളാഹിയെ പൂജിക്കുന്നു, ഞാൻ റസൂലുള്ളാഹിക്ക് വഴിപാട് കൊടുക്കുന്നു. നമ്മൾ എന്ത് പറയും? നിങ്ങൾ എന്താ ഈ പറയുന്നത്? റസൂലിനെ ആരാധിക്കാൻ പാടില്ല, റസൂലുള്ളാഹിയെ പൂജിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും വ്യക്തമായി പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ചിലരൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഈ മൗലിദിനൊക്കെ ഇങ്ങനെ എതിർക്കുന്ന എന്താ ഇതിലുള്ള കുഴപ്പം? എന്താ? ഒരു കുടുംബത്തില് മൗലൂദ് ഓതുന്നവരും ഓതാത്തവരും ഉണ്ടാവും. അത് പാടില്ല, ഇത് പാടില്ല, അത് ശിർക്ക്, പ്രശ്നാക്കലല്ലേ?
അതെന്തിനാ അങ്ങനെ പറയുന്നത്? പെട്ടെന്ന് ന്യായം കേട്ടാൽ ശരിയാന്ന് തോന്നും. പ്രശ്നാക്കലല്ല, പ്രശ്നം ഒഴിവാക്കലാണ്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞാൽ ദീൻ പൊളിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. എന്താണ് മോനെ? അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി, പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയെ ചൊല്ലാൻ പറ്റുമല്ലേ? പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയെ, അൻത ഗഫാറുൽ ഖതായ, അങ്ങ് പാപങ്ങൾ പൊറുക്കുന്ന ആളാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, രാവിലത്തെ ദിക്റെടുത്താൽ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഞാൻ അല്ലാഹുവോട് പശ്ചാത്തപിക്കുന്നു, അവനോട് ഖേദിച്ചു മടങ്ങുന്നു 100 പ്രാവശ്യം. നമസ്കരിച്ച ഉടനെ റസൂലുള്ളാഹി 3 പ്രാവശ്യം പറഞ്ഞു, നമ്മോട് പറയാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടുന്നു. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുകയാണ് മൗലിദിൽ. നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ലേ? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? ഈ ആയത്ത് നമുക്ക് പോയി തന്നതാരാ? റസൂലുള്ളാഹി. എന്നിട്ട് ആ റസൂലിനെ വിളിച്ചിട്ട് അൻത ഗഫാറുൽ ഖതായ അബ്ദൂക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫിഖാ ഖദ് അഹ്സൻതു ലന്നി യാ ബാശീറു യാ നദീറു. അറബിന്റെ അർത്ഥം അറിയാത്ത ആൾക്കാർ കാര്യം പെട്ടെന്തോ ചെല്ലുന്നുണ്ട്, ഒരു മുട്ടായി എങ്കിലും കൊടുക്ക്, കുറച്ച് വെള്ളമെങ്കിലും ആ കുട്ടിയൊക്കെ കൊടുക്ക്, നബിനെ ഇങ്ങനെ മധു പറയല്ലേ. എന്താ പറഞ്ഞത്? അബ്ദൂക്കൽ മിസ്കീനു യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമയിതാ യാചിക്കുന്നു. ഫദ്ലകൽ ജമ്മൽ ഗഫീറു, അങ്ങയുടെ മഹത്തായ ഫദ്ല് ഞങ്ങൾക്ക് തരണമേ. തുടക്കന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ. ഇന്ന് വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. എന്താ തുടക്കം? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് കിതാബ് നൽകിയ അല്ലാഹുക്ക് സ്തുതി. അല്ലാഹ് പറയാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അടിമയാണ്. ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഒന്നെടുത്തിട്ട് നമ്മൾ എന്താ പറയാ? അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലുമായ മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ അടിമയാണ്. മൗലിദ് എന്താ പറയുന്നത്? മുഹമ്മദ് നബിയെ അങ്ങയുടെ അടിമ. ഖുർആനിനെതിരെ ഹദീസ്. ഇനി ഈ അബ്ദുക്കൽ മിസ്കീൻ യർജു ആയത്താണോ? അല്ല. ഹദീസാണോ? അല്ല. സ്വഹാബാക്കൾ പറഞ്ഞതാണോ? അല്ല. ഇമാമിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അത് ഈ അടുത്ത 4 നൂറ്റാണ്ടുണ്ടായത്. മദ്ഹല്ലേ? മദ്ഹല്ല, അപമാനിക്കലാണ്. ഖുർആനെ തള്ളിപ്പറയാൻ. മാത്രല്ല, നമ്മൾ പല വീട്ടിലും അദാ മിൻ ഫദ്ലി റബ്ബി, അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്. എന്നാൽ ഫദ്ലിന്റെ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹുവാണ്. എന്നാൽ ഇതിലെന്താ പറയുന്നത്? ഫദ്ലകൽ ജമ്മൽ ഗഫീറു, മുഹമ്മദ് നബിയെ അങ്ങയുടെ ഫദ്ല് ഞങ്ങൾക്ക് തരണമേ. ഇത് മുഹമ്മദുൻ റസൂലുള്ളാഹിയെ പൂജിക്കലാണ്, ഇത് റസൂലുള്ളാഹിയെ ആരാധിക്കലാണ് എന്ന് പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും വീട്ടിലും കുടുംബത്തിലുള്ള ആളുകൾക്ക് അറിയില്ല. നമ്മൾ അവരോട് ചൂടാവരുത്. ശിർക്ക ചെല്ലുന്നത് അവർക്ക് ശിർക്ക് എന്താന്ന് അറിയില്ല. ഇതിലുള്ള ശിർക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അതിന്റെ അർത്ഥം ഒന്നും വേണ്ട. ആ ഷറഫുൽ അനാമിന്റെ അല്ലെങ്കിൽ മങ്കൂസ് മൗലിദിന്റെ അർത്ഥം അവരെന്നെ എഴുതിയിട്ടുണ്ട്. അവര് തന്നെ എഴുതിയ അർത്ഥം നോക്കിയാൽ മതി. ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ ബഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, പാപങ്ങളാകുന്ന വാഹനത്തിലാണ് നബിയെ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ആ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നത് അങ്ങയോടാകുന്നു എന്ന് റസൂലുള്ളാഹിയോട് നേരിട്ടാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, മൗലിദ് എന്ന പുത്തനാചാരത്തിലെ വിഷം നമ്മുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുന്ന കാര്യം. റസൂലുള്ളാഹിയെ ആരാധിക്കുന്നു, റസൂലുള്ളാഹിയെ പൂജിക്കുന്നു, റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്നു. ഇത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? അത് സാരല്ല. ചെല്ലുന്നോല് ചൊല്ലിക്കോട്ടെ. നിങ്ങൾ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? നരകത്ത് പോകുന്നവർ നരകത്ത് പോയിക്കോട്ടെ, സ്വർഗത്ത് പോകുന്നവർ സ്വർഗത്ത് പോയിക്കോട്ടെ. നിങ്ങൾ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? അതിന്റെ അർത്ഥമല്ലേ? ഒരാൾ ഇങ്ങനെ പിന്നെ ഒരു പൊട്ടക്കിണറിലേക്ക് ചാടാൻ പോവാ, ചാടുന്നവര് ചാടിക്കോട്ടെ, എന്തിനാ തടയാൻ പോണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിനെ എതിർത്തില്ലെങ്കിൽ, ഇതിന്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കി കൊടുത്തില്ല, എന്താ സംഭവിക്കുക? ആളുകൾ അത് ശരി. ഈ ബിദ്അത്തിന്റെ പ്രത്യേകത, അത് ചെയ്യുന്ന ആൾക്കാരെ വിചാരം എന്താ? സ്വർഗോനെ അമലൊക്കെ കുറവാ, സ്വർഗത്ത് പോണ്ടേന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ അന്ധവിശ്വാസമൊക്കെ ചെയ്യുന്നത്. ഇത് സ്വർഗമാർഗമല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു,
ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം കള്ളുകുടിയേക്കാൾ വിദഗ്ധ. കള്ളുകുടിക്കുന്ന ആൾക്കറിയാം കള്ളുടിക്കാൻ പാടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിക്കറിയാം മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. വ്യഭിചരിക്കുന്ന വ്യക്തിക്കറിയാം വ്യഭിചരിക്കാം. എന്നാലും വിദഗ്ധോ നല്ലതാണ്, സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചു. അപ്പൊ ഇബ്ലീസിന് അതാ ഇഷ്ടം, കാരണം അവൻ കൂടി കൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ഉറ്റവര് നാളെ അള്ളാന്റെ റസൂലിനോട് എനിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, യാ കേട്ട പുത്തകൊന്ന് എനിക്ക് തന്നോടായിരുന്നു, എനിക്കൊന്ന് കേട്ടൂടായിരുന്നോ എന്ന് നമ്മൾ പറയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അംറും ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നമുക്ക് നമ്മുടെ അമലുമായിട്ട് നടന്നാ പോരെ. അത് പാടില്ല, ഇത് പാടില്ല, അവിടെ ലഘുലേഖ, ഇവിടെ പൊതുയോഗം, എന്തിനൊക്കെ പോണത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാദ് ചന്തയിൽ അല്പം ഒരു സ്ഥലത്ത് എഴുന്നേറ്റ്. ആരായിരുന്നിട്ടെന്നറിയോ? പൊതുവെ നടന്നാര് റസൂലുള്ള. എന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, അങ്ങാടിയുള്ള ആൾക്കാരോട്, നിങ്ങൾ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങൾ ലാത്തിനെ ആരാധിക്കരുത്, നിങ്ങൾ ഇബ്രാഹിം നബി. ആളുകൾ പ്രതികരിച്ചു, ആൾക്കാർ റസൂൽ എതിർത്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഫറഖ ഖുറൈശ്, റസൂലുള്ള ഖുറൈശികളിൽ ഭിന്നിപ്പുണ്ടാക്കി. എന്താ ഭിന്നിപ്പുണ്ടാക്കിയത്? പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ. ആ വർത്താനം നമ്മളെ ബിയാപ്പിൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ആണ്ടിന് നിൽക്കൂല, ഓരോന്നിനും കേൾക്കൂല. അൽഹംദുലില്ലാഹ് ഷഹാദത്തായി. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, തിന്മക്കെതിരെ നിലകൊള്ളുക. ഇത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ ഇനിയൊരു പ്രവാചകൻ വരുന്ന പ്രശ്നമില്ല. അന്തിമ പ്രവാചകൻ എന്നല്ലേ പറയുന്നത്, കഴിഞ്ഞു. ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ സ്വന്തം വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഈ ഹക്ക് നമ്മൾ പ്രചരിപ്പിക്കണം. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ആളുകൾ അള്ളാന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗമാണ്. അടുത്ത ദിവസങ്ങളിൽ അള്ളാന്റെ പള്ളിയിലെ മൈക്ക് വരെ ഉപയോഗിച്ചിട്ടാണ് അള്ളാന്റെ റസൂലിനെ ആരാധിക്കുന്ന വാചകങ്ങൾ പാടാൻ പോകുന്നത്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഗൗരവം മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അതോടൊപ്പം തിന്മകളെ, ബിദ്അത്തുകളെ എതിർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ വർദ്ധിക്കണം. പ്രായം എത്രയായി? വയസ്സെത്രയായി? മരണത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ചില ആൾക്കാർ പറയും, പ്രായമൊക്കെ കൂടുതലല്ലേ? പ്രായമൊക്കെ കൂടുതൽ. ഇസ്ലാമിൽ റിട്ടയർമെന്റ് ഇല്ല. ഇസ്ലാമിൽ റിട്ടയർമെന്റ് ഇല്ല, മരിക്കുമ്പോഴാണ് റിട്ടയർമെന്റ്. അതുകൊണ്ട് പ്രായം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ കൂടുന്നുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ കൂടുന്നുണ്ട്, ഖുർആൻ പാരായണം കൂടുന്നുണ്ട്, സ്വതക്ക കൂടുന്നുണ്ട്. നമ്മുടെ സ്വഭാവം കൂടുതൽ നന്നാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ ഖബറിലേക്ക് അടുക്കുകയാണ്. ഒരൊറ്റ കുട്ടിക്കും അവന്റെ മരണം തടയാൻ പറ്റൂല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കും. സഹോദരി സഹോദരങ്ങളെ, ഒരു സന്തോഷ വാർത്ത പറയാം. നമ്മൾ മരിക്കുന്നത് സത്യവിശ്വാസിയായിട്ടാണെങ്കിൽ നമ്മൾ മരിക്കുന്നതിന് ചുറ്റുഭാഗങ്ങളിൽ മുഴുവൻ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ യാത്രയാക്കാൻ എത്തിച്ചേരും. ആ മരണ സന്ദർഭത്തിൽ നമ്മൾ നല്ല മനുഷ്യരായിട്ടാണ്. ആ മരണമാണ് നമുക്ക് വേണ്ടത്. ആ മരണമാണ് മുൻഗാമികളായ ആളുകൾ നേടിയത്. നമ്മൾ ചീത്ത മരണമാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ക്രൂര സ്വഭാവമുള്ള മലക്കുകളായിരിക്കും. മലക്കുകളിലുള്ള വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആദ്യമായി മനുഷ്യൻ മലക്കിനെ കാണുന്ന രംഗം മരണ സന്ദർഭത്തിലാണ്. മലക്കിനൊക്കെ നിഷേധിച്ചിരുന്നു, പക്ഷെ മലക്കിനെ നേരിട്ട് അങ്ങോട്ട് കാണും. അതുകൊണ്ട് നമുക്ക് കാണേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെയാണ്. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ ദീനുണ്ടാകണം. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യവും നമ്മൾ സംസാരിക്കും, ദീനൊഴികെ വീട്ടിൽ ദീന് സംസാരിക്കണം. അങ്ങനെ ഒന്നിച്ചു പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന, ഒന്നിച്ച് ദീനീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, വീട്ടിൽ ദീനീ സംസാരങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ മാത്രമേ നമ്മൾ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ നമ്മുടെ കുടുംബക്കാർ ആത്മാർത്ഥമായി ഉണ്ടാവുകയുള്ളൂ. ഇത്രയൊക്കെ കുട്ടികളൊക്കെ പോയിട്ട് എന്താ കിട്ടാനുള്ളത്? ഒരുപക്ഷെ അവരിൽ നിന്നൊരു വരുമാനം നമുക്ക് വരും മുമ്പ് നമ്മൾ മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. പക്ഷേ മക്കളിൽ നമുക്ക് കിട്ടാനുള്ളത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ ഒരു മോള് നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ദീനിലേക്ക് അടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സകലവിധ പുത്തൻ വാദങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗ്ഗത്തിലേക്ക്
സ്വർഗത്തിലേക്ക് പോകാൻ അവസരം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളുടെ പഠനങ്ങളിൽ അള്ളാഹു ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിലും മറ്റും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജോലികളിൽ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.